ഓനായ്മൊന്നും മാറാൻ കഴിയുന്നില്ല. അവർക്ക് അതൊന്നും മാറാൻ കഴിയുന്നില്ല. അവിടെ അതാണ് സ്തംഭനം എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇതിങ്ങനെ ചെയ്ത് മനസ്സിലായപ്പോ പിന്നെ പറയുന്നു ചെയ്യാതെ തന്നെ കൊടുക്കലുണ്ട്. ഉള്ളില് സങ്കല്പിച്ചാൽ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാ ഈ തല്ല് കയ്യേറ്റും കാലത്തൊന്നും വേണ്ട. ഇങ്ങനെ വെല്ലങ്ങനെ ഒരു നിരക്കല് വെല്ലങ്ങനെ നിരക്കുമ്പോ ആള് തെറിച്ചിട്ടുണ്ട്. അത്ര പവറാണ്. നമ്മൾ വാങ്ങി വാങ്ങി അടിച്ചൊന്നും വേണ്ട. നമ്മളെ ശരീരം കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നില്ല. അത് പക്ഷെ ഇപ്പോഴും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ വെല്ലങ്ങനെ വെച്ചാ മതി, ആള് പറന്നാട് പോകും. അങ്ങനെ സംഭവം അമാനുഷികമായ പവർ വരികയാണ്. അപ്പൊ എന്താ ഇത് സംഭവിച്ചിട്ട് ഞാൻ പിന്നെയും വേറെ ആളെ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ ഓനും പറക്കുന്നുണ്ട്, മറ്റോ ചെയ്തോണ്ട് ഓനും പറക്കുന്നുണ്ട്. അപ്പൊ 2-3 ആള് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എല്ലാവരും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം. ആ സംഭവം പിന്നെ അപ്പൊ അവിടുന്നാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് രഹസ്യമായ സംഭവം അല്ല. അതുകൊണ്ടാണ് ഇത് പരസ്യമായിട്ട് പറയണത്. കാരണം ഇതിന്റെ ഉപ്പാക്കറിയാം, ഇമ്മാക്കറിയാം, പെങ്ങന്മാർക്കറിയാം, പിന്നെ ഉപ്പാന്റെ ചങ്ങായിമാര്, ഇപ്പ ഇളാപ്പാര് ഒക്കെ ഗൾഫിലാണ്. ഇളാമാര്, അമ്മായി ഗൾഫിൽ, നമ്മുടെ ഫാമിലി മികവാറും ഗൾഫിലാണ്. ഓർക്കൊക്കെ അറിയാം അങ്ങനെ സംഭവം നടന്നത്. പിന്നെ ഉപ്പാന്റെ ചങ്ങായിമാര് പറയുന്നത് എന്താണ്, ഈ സിദ്ധിയാണെന്ന്. അതൊന്നല്ല, ഇന്നെ കൊണ്ട് കുടുങ്ങി എല്ലാരും കുടുങ്ങി. സിദ്ധിയായിട്ടല്ല മനസ്സിലായത്, എന്ത് കലാക്കാണെന്ന് വെച്ചിട്ടായിരുന്നു പോലെ. ഇതെന്താ സംഭവം എന്നുള്ള ആർക്കും അറിയണില്ല. പിന്നെ അതിന്റെ ഇടയിൽ ഇവൽക്കൊക്കെ ചില കാര്യങ്ങളിൽ പേടിയുണ്ടാവും. ഞാൻ പറഞ്ഞ ചില കാര്യം സംഭവിക്കും. ഇന്നലെ തച്ച് വെച്ചിട്ടൊന്നും ആർക്കൊന്നും പറ്റൊന്നുമില്ല. ഇന്നെ വല്ലാതെ മനസ്സടങ്ങറാക്കി പറഞ്ഞാൽ ഞാൻ ചില കാര്യങ്ങൾ ഇന്ന മാതിരിയാണ് ഉണ്ടാവട്ടോ എന്ന് തീർത്താണ് പറയും. അത് പറഞ്ഞാ അങ്ങനെ തന്നെ നമ്മളെ വേദനിപ്പിച്ചവർക്ക് ഒരു റിസൾട്ടാണ് കിട്ടും. അതേമാതിരി ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇതിൽ പറയാൻ പറ്റാറില്ല, ഇനി പറ്റില്ല നിങ്ങള് ഒഴിവാക്കാൻ. അത് പെങ്ങള് ഗർഭിണിയായി ഇരിക്കണ നേരത്ത്, പിന്നീട് വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ്, ഗൾഫിൽ തന്നെയാണ്. പെങ്ങള് പറഞ്ഞു വള്ള ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പൊ ഞാൻ പള്ളക്ക് ചവിട്ടിന്ന് പറഞ്ഞോളൂ ഉപ്പാനോട്. അങ്ങനത്തെ ഒരു ക്രൂരതയൊന്നും നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ കൂടെ പോവില്ല, ഒരു ജീവിച്ചിട്ടും പോവില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ പഞ്ചക്ക് നല്ല തല്ലിട്ടുള്ളൊരു വകുപ്പല്ല, അങ്ങനെ വേദനയിട്ട് ഇങ്ങനെ വേദനയുണ്ട് പറഞ്ഞു. അപ്പൊ ഇന്ന തല്ല് തച്ച് ഞാൻ പറഞ്ഞു, ഞാൻ പള്ളക്ക് ചവിട്ടിയാല് ഓളെന്നല്ല ആരും ഉണ്ടാവില്ല. അതല്ലേ കറണ്ട് സ്ഥിതി. അത് ചവിട്ടിക്കണ അപ്പൊ നല്ല പള്ള ഉള്ളായി തല്ലിന് കിട്ടി, നല്ല തല്ല ഉസാറായി കിട്ടി. എന്റെ മനസ്സും അല്ലാതെ വേദനപ്പെട്ടു. അപ്പൊ പിന്നെ ഞാൻ അന്ന് ചില കാര്യങ്ങൾ അത് അപ്പോഴൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യമൊന്നും അന്ന് അറിയില്ല. പിന്നെ കുറച്ചാലും കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പിന്നെ മനസ്സിലായി. പിന്നെ ഓരോരുത്തർ പറഞ്ഞപ്പോ മനസ്സിലായി. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് എന്റെ പള്ളന്റെ ഉള്ളിലുള്ള കുട്ടി ഞാൻ എന്തേലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കേട് പറ്റിയിട്ടുണ്ടാവും. സ്വാഭാവികമല്ലോ, ഞാൻ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ പള്ളന്റെ ഉള്ള കുട്ടിക്ക് എന്തെങ്കിലും കേട് പറ്റിയിട്ടുണ്ടാവില്ലേ. ഞാൻ ചവിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് യാതൊരു കേടും പറ്റിയിട്ടുണ്ടാവില്ല. ആൺകുട്ടിയേക്കാരത് പ്രസവിച്ച് നോക്കോണ്ടിക്ക് എനിക്കറിയാത്, ആൺകുട്ടിയേക്കാരാം ഒരു കേടുണ്ടാവില്ല, നല്ല പളുകമായിട്ട കുട്ടിയേക്കാരാം. പക്ഷെ ഈ പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇത് പറഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെന്ന് പിന്നെ ഞാൻ അറിയുന്നത്. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ അത് ഞാൻ ബോധത്തോടു കൂടി പറഞ്ഞതല്ല. ഈ പറഞ്ഞ കാര്യം വർഷങ്ങൾ, ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പറഞ്ഞ കാര്യം ഞാൻ അറിയുന്നത്. പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് അവിടെ കറക്റ്റായിട്ട് രണ്ടാമത്തെ പെണ്ണാണ്. അപ്പൊ ആ കുട്ടീനെ കല്യാണമൊക്കെ കഴിഞ്ഞു, വലിയ കുട്ടിയായി. അപ്പൊ അത്രക്കും വലിയ കുട്ടിയായിപ്പോ, കുട്ടിയൊക്കെ ഉണ്ട്. ഇങ്ങനെ തന്നെ ഉള്ളിൽ ഉണ്ടായതാണ് അല്ലേ? എന്നാലും എന്തെങ്കിലും ഒരു സാധന ചെയ്ത പോലെ ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സാധനയായിട്ടല്ല, അതുപോലെ വേറെ എന്തെങ്കിലും പ്രണയമോ അങ്ങനെ വല്ലതൊക്കെ ചെയ്ത പോലെ അങ്ങനെ എനിക്ക് ഒരു ശ്രദ്ധ വന്നിട്ട് വരാൻ കാരണം എന്താണ്, ഈ ഇടക്കിടക്ക് ഈ തല്ലിങ്ങനെ കിട്ടുന്നോണ്ടേ എനിക്ക് എല്ലാരോടും സംശയം, എല്ലാരും പേടി. അപ്പൊ ഏത് നേരത്തും ഞാൻ അങ്ങനെ ഇരിക്കും. പിന്നെ എനിക്കൊരു ടൈം ടേബിൾ ഉണ്ട് ഇപ്പൊ എനിക്ക് ടൈം ടേബിൾ ഉണ്ട്. ഭക്ഷണം ഇന്ന നേരത്ത്, കുളി ഇന്ന നേരത്ത്, ഉണരല്, ഉറങ്ങല്, കളി, എല്ലാ കാര്യത്തിനും എഴുതല്, വായിച്ചല്, പഠിച്ചല്, എല്ലാത്തിനും എനിക്ക് ടൈം ടേബിൾ ഇങ്ങനെ എഴുതിക്കാണ്ട് എല്ലാവരും കാണോട്ട് ഇങ്ങനെ ചുമരുമാൻ സാറാക്കി ഒട്ടിച്ചു.
ഫാദർ ഉണ്ടാക്കി തന്നു. ഫാദർ ഉണ്ടാക്കിയാണ്ട് അവിടെ ഒട്ടിച്ച് നിർദ്ദേശങ്ങളാണ്. നിർദ്ദേശങ്ങൾ അലിന്റെ ടൈം ടേബിൾ. ഈ ജയിലിൽ പോലെയാണ്. ജയിലിൽ ഇങ്ങനെയാണ് അലിന്റെ ടൈം ടേബിൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ വരുന്ന ഗസ്റ്റുകൾ ആരെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് വായിച്ചു കണ്ട് ചിരിക്കും ചെയ്യും, ഇന്ന് കളിയാക്കും ചെയ്യും. അപ്പൊ എനിക്ക് അങ്ങനെ പോകാൻ പാടില്ല, അല്ലാതെ പോയ അടിയുണ്ട്. കറക്റ്റാണ്, ജയിൽ പുള്ളിയാണ്. അപ്പൊ ഞാൻ അതിനനുസരിച്ചാ പോവല്. അതില് ഭക്ഷണം കഴിക്കല് അതിന്റെ ടൈം ഉണ്ട്. ഇന്റെ ഭക്ഷണം പതുക്കെ കഴിക്കോളൂ, ചവച്ച് 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 പതുക്കെ പതുക്കെ കഴിക്കോളൂ. അതില് ടൈമില് പറഞ്ഞ് ഇത്ര ടൈമിന്റെ ഉള്ളിൽ ഭക്ഷണം കഴിച്ച് എഴുതാണ്. അത് കഴിഞ്ഞാല് നീച്ചോൻ പറയും. ടൈം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് നീച്ചോൻ പറയും. അതില് ഞാൻ അത് ആക്രാന്ന് കൂടി തിന്നലൊന്നുമില്ല. നമ്മളപ്പോഴും ആ സാഹചര്യമായിട്ട് തന്നെ തിന്നുള്ളൂ. സ്പീഡിൽ തിന്ന് കഴിച്ചൊന്നുമില്ല. അപ്പൊ എന്റെ ടൈം കഴിഞ്ഞാലും ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ എന്റെ വേറുള്ള കാര്യത്തിനും മടി കേട്ടാ ഓതാനും വായിച്ചാനും ഉള്ള മടി കേട്ടിട്ടാണ് ഈ ഇങ്ങനെ കാട്ടുന്നത്. അത് കുറ്റപ്പെടുത്തുന്നത്. അത് സംഭവം അതല്ല. എനിക്ക് അങ്ങനെ കഴിയുള്ളൂ. സോ അപ്പോഴും അങ്ങനെ തന്നെയാണ്. പതുക്കെ എത്തുന്നുള്ളൂ. സ്പീഡിൽ അപ്പൊ എന്റെ ഭക്ഷണം അങ്ങനെ കുറയൽ തുടങ്ങി. എന്റെ ടൈമിന് കഴിയാത്തതുകൊണ്ട് ടൈം ടേബിൾ വെച്ചപ്പോ ഭക്ഷണം കുറയൽ തുടങ്ങി. അങ്ങനെ ഒന്നും. പിന്നെ ഉറങ്ങല് ഉണരുന്നൊക്കെ ടൈമുണ്ട്. ആ ടൈം കുറഞ്ഞു തുടങ്ങി. അങ്ങനെ ഓരോന്നിന്റെ ടൈം കുറഞ്ഞ് ഈ ഉറക്കിന്റെ ടൈം കുറഞ്ഞു വന്നു. പിന്നെ രാത്രി ഒന്ന് കുളിക്കും, രാവിലെയും കുളിക്കും. 2 നേരം കുളിയുണ്ട് അതില്. അത് നല്ലതുമാണ് കേട്ടോ. അത് ഒരു ചീത്തായ ടൈം ടേബിൾ അല്ല. ഈ കുളി ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എപ്പോഴും ഞാൻ ചെയ്യലുണ്ട്. ഉറങ്ങാൻ പോകുമ്പോ ഒന്ന് ഒരുങ്ങിയിട്ടാ ഞാൻ പോവാല്. ഉണർന്ന് വരുമ്പോഴും ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് കഴിക്കാം. അതിൽ ഈ ഉറക്ക് ഉള്ള ഇന്ദിരാഗാന്ധി ഉറങ്ങുന്നത് 4 മണിക്കൂറാണ്. ഇജ്ജത് ഉറങ്ങിയാൽ മതിയാണ്. അത്രയൊന്നും പണി എനിക്കില്ലല്ലോ. ഇന്ദിരാഗാന്ധി തന്നെ ലോകത്തിന്റെ ആകെ നോക്കുന്ന ഒരാളല്ലേ. അപ്പൊ ഇന്ത്യ ആകെ നോക്കണ അത്രയൊന്നും പണി എനിക്ക് പാടില്ല. എനിക്ക് ഇത് രണ്ടിത് വായിച്ചാനും എഴുതാനല്ലേ ഉള്ളൂ. അത്ര ഉറങ്ങിയാൽ മതിയാണ്. ബാപ്പയൊക്കെ നന്നായി ഉറങ്ങും. ബാപ്പൊക്കെ ഉറങ്ങും. അവരുറങ്ങും. മക്കളുറങ്ങാൻ പാടില്ല. അതെ, ഓർക്ക് ഉറങ്ങാം. ഓർക്ക് ചെയ്യാൻ പാടുള്ള കുറെ കാര്യങ്ങളുണ്ട്. TV പിന്നെ ഒന്ന് മേടിച്ചിരുന്നു, ചെറിയൊരു TV. അതിപ്പോ എല്ലാരും കാണാം. പെങ്ങൾ പിന്നെ ആദ്യം വലിയ താല്പര്യം ഇല്ലായിട്ടാണ് TV കാണാൻ. അറാമ ആയതുകൊണ്ട് പെങ്ങൾ കാണൂല. എനിക്ക് പിന്നെ അറാമാണോ ഹലാലാണെന്ന് വെച്ചിട്ടില്ല. ഞാൻ TV കാണാനൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് കാണാൻ പാടില്ല. ഞാൻ നിയമം വെച്ചു. അപ്പൊ പിന്നെ അവനത് നിർത്തി. നിയമം വെച്ചു. അപ്പൊ പിന്നെ അത് നിർത്തി. എന്നപ്പോ ഈ ഉറക്കം ഇങ്ങനെ കുറഞ്ഞു വന്നു. 4 മണിക്കൂറുള്ളത് പിന്നെ പെണ്ണെ കുറക്കും. ഒരു അരമണിക്കൂർ കുറക്കും. ഇപ്പൊ ഒരു അരമണിക്കൂർ കുറക്കും. പിന്നെ എന്റെ വക ഞാനൊരു അരമണിക്കൂർ കുറക്കും. അപ്പൊ ഞാൻ ഉറങ്ങാൻ സമയമില്ല. അപ്പൊ ഇപ്പൊ കുറക്കുമ്പോ ഞാൻ എനിക്കും പാസ് ചെയ്യണം. ഞാനും ഒന്ന് കുറച്ചു നേരം. നിങ്ങൾ അരമണിക്കൂർ കുറച്ച്, ഞാനും ഒരു അരമണിക്കൂർ. അപ്പൊ 3:30 ഉള്ളത് പിന്നെ 3 അത് കുറച്ച് ഇത്. പിന്നെ ഇപ്പൊ എന്നെ നിരീക്ഷിക്കും. ഇപ്പൊ എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കും അറിയാം. അങ്ങനെ പല ഇതിൽ കൂടി ഇങ്ങനെ നോക്കുക ചെയ്യും. കണ്ണാടിയൊക്കെ വെച്ചിക്കണം. അവർക്ക് കൂടെ ഒരു കണ്ണാടി, ഇവിടെ കണ്ണാടി, അവിടെ കണ്ണാടി, ആ കണ്ണാടി കൂടെ ഒക്കെ അങ്ങനെ നോക്കുക ചെയ്യും. പിന്നെ നിരീക്ഷിക്കും എന്താ കാട്ടണമെന്നൊക്കെ. ഏതർത്ഥം അതിലാണ് ഈ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാല് തല്ല് വരുമോ എന്നുള്ള പേടിയിൽ ഇങ്ങനെ കിടന്ന് അപ്പൊ ഉറക്കിന്റെ ആ ഗാഠിന്യം കുറഞ്ഞു. ചെറിയ ഉറക്കായി. ആഴത്തിലേക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. മനസ്സ് വിട്ട് ഉറങ്ങൂല. അപ്പൊ ഈ മുല കൊടുക്കുന്ന കുട്ടികളെ വെച്ചിട്ട് അമ്മമാര് ഉറങ്ങുമല്ലോ. കുട്ടി അനങ്ങിയ അപ്പൊ വേറെ എന്ത് വെച്ചിട്ടാലും അമ്മമാര് പ്രശ്നമില്ലല്ലോ. ഈ കുട്ടിന്റെ സൗണ്ട് കേട്ടാൽ മാത്രമേ തള്ളേർ ഉണരുള്ളല്ലോ. എന്ന പോലെ തന്നെ ഉള്ളൊരു ഉറക്കായി. എനിക്കിത് എപ്പോഴും പുറത്തേക്ക് ഇങ്ങനെ ശ്രദ്ധ, ഉള്ളിക്കല്ല പുറത്തേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കണം. ആരെങ്കിലും എടുത്തോടെ പോകുന്നുണ്ടോ, തല്ലി വരുന്നുണ്ടോ, എന്താ കാട്ടണം, എന്തേലും ഒപ്പിച്ചെക്കുന്നുണ്ടോ, നിന്റെ പേരിൽ ഓരോന്ന് ഒപ്പിച്ചെക്കുക. ഇതിങ്ങനെ ചിന്തയാണ്. ആ ചിന്ത ഉറങ്ങാൻ കിടക്കുമ്പോഴും ചിന്ത ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഉറക്കത്തിലേക്ക് പോകാൻ പറ്റണില്ല. കാരണം ഈ ചിന്ത നിലയ്ക്കുമ്പോഴല്ലേ നമ്മൾ ഉറങ്ങാൻ പറ്റും. അതെ, അത് പറ്റണില്ല. പിന്നെ ഇത് ദിക്റല്ലോ, ലായിലുള്ള അതിങ്ങനെ ചെല്ലിയുന്നു. അതിലില്ല അതിനെ അങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ കാര്യമായിട്ട് എന്നൊക്കെ എന്താണ് ഇവര് പഠിപ്പിച്ചു തന്നതുകൊണ്ടേ. അല്ല, ഇമ്മയും ഉസ്താദ്മാരും പഠിപ്പിക്കും. അപ്പൊ അതേപോലെ വാപ്പയും അങ്ങനത്തെ പറഞ്ഞുതരും. വിവരമുള്ള ആൾക്കാരുടെയാണ് ഇവരൊക്കെ. വിവരമില്ലാത്ത കാട, വിവരം ഏറിയ കാട എല്ലാവർക്കും. അതാണ് പ്രശ്നം. ആൾക്കാർക്ക് വിവരങ്ങൾ, എല്ലാവർക്കും വിവരം ഇല്ലായിട്ടല്ല, വിവരത്തിൽ വിശ്വാസമില്ല എന്ന് മാത്രം. വിവരം ഉണ്ടെങ്കിലും ആ പഠിച്ച കാര്യത്തിൽ ആളുകൾക്ക് വിശ്വാസമില്ല. വെറുതെ പഠിച്ചു. കുറെ പഠിപ്പ് ആവശ്യമില്ല ആൾക്കാർക്ക്. കാരണം ഈ വിശ്വാസമില്ലാത്ത കാര്യം എന്തിനു പഠിക്കണം? മറ്റോന് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക.
എനിക്ക് അറിവുണ്ട് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കുക, അല്ലാണ്ട് എനിക്കറിയാനല്ല ഞാൻ പഠിക്കുന്നത്. ഈ അറിവ് അവരുടെ സ്വന്തമായിട്ടില്ല. എനിക്ക് അറിവുണ്ട് നിങ്ങൾ അറിയിക്കാൻ പറയാ. അതുകൊണ്ട് എനിക്ക് ഉപകാരം ചെയ്യില്ല, ചിലപ്പോ നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. അതെ അതെ. ഞങ്ങളെ മുന്നിൽ ആളാകാൻ വേണ്ടി പഠിച്ചാല് നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരം ചെയ്യും, എനിക്ക് അതുകൊണ്ട് ഉപദ്രവമായി കാരണം. അഥവാ അങ്ങനെയുള്ള പ്രശ്നങ്ങള്. അതിന്റെ ഇടയില് ഈ ദിക്ർ ഇങ്ങനെ ചെല്ലും എപ്പോഴും ഇങ്ങനെ മനസ്സിൽ അങ്ങനെ ചെല്ലി അങ്ങനെ ഉറങ്ങുമ്പോ അത് ചെല്ലും, ഉണരുമ്പോഴും അപ്പൊ ഇതാണ്. അപ്പൊ ഇത് ചെല്ലിട്ട് പിന്നെ അത് ഉറങ്ങി നീറ്റുമ്പോഴും ഈ സൗണ്ട് ഇങ്ങനെ ഉണ്ടാവും. അതായത് നമ്മള് ചെല്ലുന്ന ദിക്ർ ചൊല്ലി കിടക്കുന്നു, ഉറങ്ങുന്നു. അതെ. പിന്നെ ഉണരുമ്പോ നമ്മള് ചൊല്ലുന്നില്ല, പക്ഷെ ഈ ശബ്ദം ഉള്ളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നു. അല്ല, ഉണരുമ്പോഴും നമ്മള് പിന്നെ ഇത് ചെല്ലിക്കാണ്ട ഉണരുക, ചൊല്ലിക്കൊണ്ടേയാണ് ഉണരുക. അപ്പൊ നമ്മളിങ്ങനെ ചെല്ലണത് നമ്മൾ അറിയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ചെല്ലൽ നിർത്തിയാലും പിന്നെ ഇങ്ങനെ വരും. അതാ ചോദിച്ചത്, ആ അവസ്ഥ വരുന്നു. പിന്നെ അപ്പൊ നമ്മൾ ഉണരുമ്പോ എന്നിട്ട് ഉണരില്ല ചെയ്യാം. ആ ഉണരുമ്പോഴാണ് തൊള്ളയിൽ ഇതിങ്ങനെ ചെല്ലുന്നുണ്ടാവും. അപ്പൊ നാവ് ഇളകുന്നുണ്ട് ഉണരുമ്പോ. അപ്പൊ എന്താ, അപ്പൊ നമ്മള് നിർത്തിയാലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ മന്ത്രസിദ്ധി എന്ന് പറയും. മന്ത്രം ആദ്യം നമ്മൾ ചൊല്ലും, കുറെ കാലം അത് ഉപാസിച്ച് കഴിയുമ്പോ ഈ മന്ത്രം ഉള്ളിൽ നിന്ന് ഇങ്ങനെ കേൾക്കും, ആ സിദ്ധി എത്തി.